ഖുർആനിലെ 4-ാം അധ്യായം 23-ാമത്തെ സൂക്തത്തിലെ ഒരു പ്രയോഗമുണ്ട്. വഹലായിലു അബ്നായിക്കുമുല്ലദീന മിൻ അസ്ലാബിക്കും, നിങ്ങളുടെ മുതുകിൽ നിന്നുള്ള നിങ്ങളുടെ മക്കളുടെ ഹലായിൽ, അവരുടെ ഭാര്യമാർ, അവരും നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഈ ആയത്തിൻ്റെ ആദ്യത്തിൽ ഹുരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ മുതുകിൽ നിന്നുള്ള നിങ്ങളുടെ മക്കളുടെ ഭാര്യമാർ എന്നാണ് നേരെ ഈ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് നമ്മളെ ജബ്ബാർ പറയുന്ന സംഗതി മുതുകിൽ നിന്നാണ് ശുക്ലം വരുന്നതെന്നും അതിൽ നിന്നാണ് മക്കളുണ്ടാവുന്നതെന്നും ഉള്ള അന്ധവിശ്വാസം. സ്വന്തം മക്കളുടെ ഭാര്യമാർ മാത്രമേ ഹറാമാവുകയുള്ളൂ, വളർത്തുപുത്രന്മാരുടെ ഭാര്യമാരെ കെട്ടാം എന്നുമാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു യഥാർത്ഥമാണ് കാണിക്കുന്നത്, അവൻ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ പറയുന്നതെന്നാണ് ജബ്ബാർ തട്ടി വീണത്. ഹൃദയത്തിൽ നിന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ എന്ന മണ്ടത്തരം ഖുർആൻ പറയുന്നു. മുതുകിൽ നിന്നാണ് ശുക്ലം വരുന്നതെന്നും ആ ശുക്ലം കട്ട പിടിച്ചിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത് എന്ന മണ്ടത്തരവും ഖുർആൻ പറയുന്നു എന്നാണ് നമ്മളെ ജബ്ബാർ സാഹിബിൻ്റെ വിശദീകരണം ഖുർആനെ വിമർശിക്കാൻ വേണ്ടി. ഇവിടെ രണ്ട് സംഗതിയാണുള്ളത്. ഒന്ന്, ഖുർആനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ജബ്ബാർ പറയുന്ന പച്ച നുണയാണ്. കാരണം ജബ്ബാറിന് നുണ പറഞ്ഞിട്ട് വേണം ഖുർആനെ അവമതിക്കാനും അതിനെ ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ. വേറെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആളുകൾക്ക് ഖുർആനോട് വിപ്രതിപത്തി ഉണ്ടാവില്ല, അത് ഖുർആൻ അവർ അംഗീകരിക്കാൻ കാരണമായിത്തീരും എന്നുള്ള ജബ്ബാറിനറിയാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നുണ തട്ടി വിട്ടിട്ട് വേണം ജബ്ബാറിന് ഇത് സ്ഥിരീകരിക്കാൻ. രണ്ടാമത്തെ ഒരു സംഗതി, ഇവിടെ ഖുർആൻ വഹലായിലു അബ്നായിക്കുമുല്ലദീന മിൻ അസ്ലാബിക്കും, ഇത് അറബി ഭാഷയുള്ളൊരു പ്രയോഗമാണ്. നട്ടല്ലില്ലാത്തവന് പണിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നതുപോലെ തന്നെയാണ് നട്ടല്ലില്ലാത്തവന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല, അവന് മക്കളും ഉണ്ടാവില്ല. ഇതാണ് ഖുർആൻ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം. അതുപോലെ തന്നെ നട്ടല്ലില്ലാതെ ഒരു മനുഷ്യന് ശുക്ലം ഉണ്ടാവുമോ, ശുക്ലം സ്രവിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് ജബ്ബാറുമൊക്കെ വലിയ ശാസ്ത്രത്തെ പറ്റിയൊക്കെ വല്ലാതെ പുലമ്പിന ആളാണല്ലോ. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു സംഗതി സാധ്യമാണോ? ഇതാണ് മറ്റൊരു സംഗതി. അപ്പോൾ മനുഷ്യൻ്റെ അധ്വാനം എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള അധ്വാനവും ആവാം. അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അവൻ്റെ കുട്ടികൾ. ആ കുട്ടികളിൽ ആൺകുട്ടികളുടെ ഭാര്യമാരെ കെട്ടാൻ പാടില്ല എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ഇതിനാണ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ വഹലായിലു അബ്നായിക്കുമുല്ലദീന മിൻ അസ്ലാബിക്കും എന്ന് പറയുന്നത്. അല്ലാതെ ഖുർആൻ ഒരിടത്തും തന്നെ മുതുകിൽ നിന്നാണ് ശുക്ലം വരുന്നതെന്ന് പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, അതിനെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹദീസുകളിലെ പല പരാമർശങ്ങളുണ്ട്. മനുഷ്യൻ മണി ഉടക്കണതിനെ പറ്റി ഹദീസിൽ പരാമർശമുണ്ട്. എന്തുകൊണ്ടാണ് മണി ഉടക്കാൻ പാടില്ല അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം മണി ഈ നട്ടലിൽ നിന്നല്ല ശുക്ലം വരുന്നതെന്നും അത് വരുന്നത് മറ്റൊരിടത്ത് നിന്നാണെന്നും ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ പ്രയോഗം എടുത്തിട്ടാണ് ജബ്ബാർ ഖുർആനെ വിമർശിക്കുന്നത്. മറ്റൊന്ന്, ശുക്ലം കട്ട പിടിച്ചിട്ടാണ് കുട്ടികളുണ്ടാകുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു എന്നാണ്. ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ഖുർആൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തെളിയിക്കാൻ ജബ്ബാറിനെ വെല്ലുവിളിച്ചിട്ട് കാര്യമല്ല. കാരണം ജബ്ബാറിന് ആ വെല്ലുവിളി സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. കള്ളം പറയുന്ന ആൾക്ക് അങ്ങനെയാണല്ലോ. എന്നാൽ വിശുദ്ധ ഖുർആനെ കുട്ടികളുണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും അണ്ടം സംയോജിച്ചിട്ടാണ്, അണ്ടവും ബീജവും സംയോജിച്ചിട്ടാണ് കുട്ടികളുണ്ടാകുന്നതെന്ന് ഖുർആൻ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംയോജിത അണ്ടത്തെ സംബന്ധിച്ച് സൂറത്ത് ഇൻസാൻ അല്ലെങ്കിൽ സൂറത്ത് ദഹ്റിൽ ഖുർആൻ പറയുന്നുണ്ട്.
ഇതൊന്നും കാണാതെയല്ല ജബ്ബാർ ഇത്തരത്തിലുള്ള സംഗതികൾ തട്ടി വീഴുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ പറയാത്ത സംഗതികൾ ഖുർആൻ്റെ മേൽ ആരോപിക്കുകയും എന്നിട്ട് കള്ളം പറഞ്ഞിട്ട് ഖുർആനെ അവഹേളിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളത്. പിന്നീടുള്ളത് സ്വന്തം മക്കളുടെ ഭാര്യമാരെ കെട്ടാൻ പാടില്ല, പിന്നെ ദത്തുപുത്രന്മാരുടെ മക്കളെ കെട്ടാം എന്ന് ഖുർആൻ പറഞ്ഞു കളയുന്നു. അത് അശ്ലീലമാണെന്നാണ് ജബ്ബാറിൻ്റെ കണ്ടുപിടുത്തവും തിട്ടൂരവുമൊക്കെ. യഥാർത്ഥത്തിൽ സ്വന്തം മകനല്ലാത്തത് കൊണ്ടാണല്ലോ ദത്തുപുത്രൻ ഈ മകനെപ്പറ്റി അല്ലെങ്കിൽ മകളെപ്പറ്റിയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ സ്വന്തം മക്കളുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നാലും ദത്തുപുത്രന്മാരുമായിട്ടുള്ള മനുഷ്യനുണ്ടാവില്ലാണല്ലോ ഉറപ്പാണ്. എന്ന് മാത്രമല്ല, ശാസ്ത്രത്തെപ്പറ്റി വല്ലാതെ വീമ്പിളക്കുന്ന ജബ്ബാറിനെ പോലുള്ള ആളുകൾ ആധുനിക ശാസ്ത്രം ഈ ദത്തുപുത്രന്മാരുടെ ഈ പോറ്റി വളർത്തുന്ന ആളുകളുടെ മക്കളായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് DNA പരിശോധനയൊക്കെ ജബ്ബാറിന് അതിന് മറുപടി പറയുമ്പോൾ ഉണ്ടാവില്ല. അല്ല, ജബ്ബാറിന് കളകളം അങ്ങനെ പറഞ്ഞാൽ മതി ഖുർആനെ വിമർശിക്കാൻ വേണ്ടി. അതാണ് ജബ്ബാറിൻ്റെ രീതി പറഞ്ഞത്. ഇവിടെ ഒരു മനുഷ്യനെ ഇപ്പോൾ കേസൊക്കെ വന്നാൽ, കോടതിയിൽ വല്ല കേസും വന്നാൽ അയാളെ മക്കളുമായിട്ട് അല്ലെങ്കിൽ വാപ്പിയും മക്കളുമായിട്ടുള്ള ബന്ധം പരിശോധിക്കുന്നതിൻ്റെ ഒരു ആധുനിക മാർഗം എന്താണ്? ആധുനിക ശാസ്ത്രീയ നേട്ടങ്ങളെ സംബന്ധിച്ചാണല്ലോ ജബ്ബാർ പറയുന്നത്. അപ്പോൾ ആധുനിക ശാസ്ത്രീയ നേട്ടങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ് DNA പരിശോധന പറഞ്ഞത്. ഈ DNA പരിശോധന എന്തിനാണ് നടത്തുന്നത്? ഈ രണ്ട് വ്യക്തികൾ ആരെ സംബന്ധിച്ച് ആരുടെ കാര്യത്തിലാണോ ആരോപണം വന്നിട്ടുള്ളത് ആ രണ്ട് വ്യക്തികളും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ല എന്നുള്ള പരിശോധിക്കാനാണ്. ആ പരിശോധനയിലൂടെ ബന്ധമില്ല എന്ന് സ്ഥാപിതമായി കഴിഞ്ഞാൽ അത് ഇയാളുടെ മക്കളല്ല അല്ലെങ്കിൽ ഇവൻ്റെ വാപ്പയെല്ലാം സ്ഥിരപ്പെടും. അതിലൂടെ ബന്ധം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ വാപ്പിയും മക്കളുമായിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അന്ന് പറഞ്ഞിട്ടുള്ള അത് തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പിന്നുള്ളത് നിയമത്തിൻ്റെ വശമാണ്. നിയമം എന്ന് പറയുന്നത് ലോകത്ത് ഏത് പ്രസ്ഥാനത്തെ, ഏത് സംഘടനയെ അല്ലെങ്കിൽ ഏത് മതത്തെ എടുത്തു നോക്കിയാലും ആ മതങ്ങൾക്ക്, ആ പ്രസ്ഥാനങ്ങൾക്ക്, ആ ഇസങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള നിയമം ഉണ്ടാവും. ഇവിടെ വിശുദ്ധ ഖുർആന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ദുരാചാരത്തെ എന്ന് പറഞ്ഞാൽ ഒരു കള്ളവാദത്തെ, അസത്യവാദത്തെ ദൂരീകരിക്കുകയാണ്, അതിനെ വലിച്ചെറിയാണ് ചെയ്യുന്നത്. സ്വന്തം മകനല്ലാത്ത, സ്വന്തം പാപ്പല്ലാത്ത, സ്വന്തം ഉമ്മയല്ലാത്ത അല്ലെങ്കിൽ സ്വന്തം മകളല്ലാത്ത ആളുകൾ തമ്മിൽ ഇതെൻ്റെ അച്ഛനാണ്, അമ്മയാണ്, എൻ്റെ മകനാണ്, മകളാണ് എന്ന് വാദിക്കുന്നത് തന്നെ ധാർമ്മിക വിരുദ്ധമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അവർക്ക് ഏത് വിധത്തിലുള്ള സഹായവും ചെയ്യാം, അതിന് ഇസ്ലാം എതിരല്ല. പക്ഷേ അസത്യം പറഞ്ഞുകൊണ്ടാവരുത് ആ സംഗതി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ പറയുന്നത് അസത്യമാണ്. എന്താണ്? ഇത് എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്. എവിടുന്നോ എടുത്തു കൊണ്ടുവന്ന് പോറ്റി വളർത്തിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചാണ് ഇത് എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ് എന്നൊക്കെ തെറ്റായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാദം ശരിയല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുക, അവരെ സംരക്ഷിക്കുക, അവരെ വളർത്തുക, അവർക്ക് വേണ്ട ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊന്നും വിശുദ്ധ ഖുർആൻ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഖുർആൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യവും കൂടിയാണ്. അതിന് മഹത്തരമായിട്ടുള്ള പ്രതിഫലം ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ വിശുദ്ധ ഖുർആനും ആ ഖുർആനിൻ്റെ വിശദീകരണമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇതൊക്കെ ജബ്ബാറിന് മനസ്സിലാവാത്ത സംഗതിയല്ല. പക്ഷെ മനസ്സിലായിട്ടും കണ്ടത് കണ്ടില്ലെന്നും കേട്ടത് കേട്ടില്ലെന്നും അറിഞ്ഞത് അറിഞ്ഞില്ലെന്നും നടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവമതിക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജബ്ബാർ ചെയ്തുകൊണ്ടായിരിക്കും. അതിന് ജബ്ബാറിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അസത്യജടിലമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചത് ഖുർആൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് വേണം ജബ്ബാറിന് ഇത് സ്ഥിരീകരിക്കാൻ, തൻ്റെ വാദമുഖങ്ങൾ സ്ഥിരീകരിക്കാൻ എന്ന് വരുന്നത് ജബ്ബാറിൻ്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് നിഷ്പക്ഷബുദ്ധികളായിട്ടുള്ള വിവേകശാലികളായിട്ടുള്ള അത്യാവശ്യം വിവരമുള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ ജബ്ബാറി പറയുന്ന കള്ളത്തരങ്ങൾ കേട്ട് അതിന് ഹഹഹ എന്ന് പറഞ്ഞിട്ട് കയ്യടിക്കാൻ കുറച്ച് ആളുകളുണ്ട്. അവരുടെ തിണ്ണബലത്തിലാണ് ജബ്ബാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള വാചാടോപ്പങ്ങൾക്ക്
യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം.